ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള പ്ലാനിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ കാര്യം വേറെ ഒന്നല്ല, നമ്മൾ ഇന്നൊരു വിഷു ഷൂട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ നമ്മൾ കണിക്കൊന്നേക്ക് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അമ്പലത്തിലേക്കാണ് പോയത്. നല്ല അടിപൊളി കൽവിളക്കും കാര്യങ്ങളൊക്കെ ഇല്ല. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നത്. 1-2 ഫോട്ടോസ് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുത്തത്. പക്ഷേ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക്. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. ഫോട്ടോസ് എടുത്ത് തീരുന്നത് വരെ രണ്ടാളെയും നല്ല മൂഡിൽ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. ഇന്നത്തെ മെയിൻ ഇതൊന്നുമല്ല. ഇന്നൊരു ഗുഹ കാണാൻ പോയാലോ? അതൊരാൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ചെറുപുഴക്കടുത്തുള്ള പെരുവാമ്പയാണ്. ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് ചെന്നാൽ ഒരു വീട് കാണാം. ആ വീട്ടുമുറ്റത്ത് തന്നെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കുന്നിലൂടെ 150 മീറ്ററോളം നീളത്തിൽ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ള 72 വയസ്സുകാരനായിട്ടുള്ള തോമസ് ഏട്ടനാണ് ഈ ഇരിക്കുന്നത്. ഇത് ചെല്ലുമ്പോൾ തന്നെ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ഇവിടെ കണ്ടു. അതുപോലെ ഇതുവരെ ഇവിടെ വന്ന് ഈ തുരങ്കം സന്ദർശിച്ചിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലൊരു പുസ്തകവും ഇവിടെ ഉണ്ടായിരുന്നു. കൊറോണ കാലത്തൊരു ഹോബിയായിട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഈ തുരങ്കത്തിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇതാണ് മെയിൻ എൻട്രൻസ്. മറ്റ് ജീവികളൊന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ പുറത്തേക്ക് കടക്കാനുള്ള 2 ഗേറ്റുകൾ വേറെയും കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാക്കി എടുത്തു എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴിയാണ് ഇത്. അപ്പോൾ ഇവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാൾ ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. പുറത്തേക്ക് കയറി ചെല്ലുമ്പോൾ തുരങ്കം പല വഴികളിലായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. 500ഓളം പേർക്ക് സുഖമായിട്ട് മഴയും വെയിലൊന്നും കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുവരെ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ പണി തീർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് തേഞ്ഞു തീർന്ന പിക്കാസുകൾ ഇവിടെ ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ളത് കാണാം. ഇതിൻ്റെ അകത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ ഫർണിച്ചറുകളും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സീരിയലിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ വരുന്നവർക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ പടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ഹൈറ്റ് നിങ്ങൾ നോക്കണം. 2 ആളെ ഹൈറ്റിലൊക്കെയാണ് ഈ ഒരു ഗുഹ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഇവർ പിക്കാസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മിഷ്യനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മണ്ണ് കടത്താനും അതുപോലെ കല്ല് കെട്ടാനും ഒക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. മറ്റാരും പണിയിൽ സഹായിക്കുന്നത് തോമസ് ഏട്ടന് ഇഷ്ടമല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 10-15 മണിക്കൂറോളം ഇവിടെ പണിയെടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു തുരങ്കം ഈ കാണുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെ 2.5 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇവരുടെ തന്നെ 60 സെന്റോളം വരുന്ന സ്ഥലത്താണ് ഇവർ ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തുരങ്കത്തിന്റെ കൂടുതൽ കാഴ്ച കാണാനായിട്ട് നമുക്കിനി വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് മറ്റൊരു ദിവസം എന്തായാലും പോകണം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അഭിപ്രായവും ഈ പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വരാനും ഇതുപോലൊരു കാഴ്ച മനസ്സ് നിറഞ്ഞ് കണ്ട സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വന്ന് കാണാം. നമ്മൾ കണ്ടിരിക്കേണ്ട അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടുന്ന് തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഉറവങ്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പെരുവാമ്പ. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വഴി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം വണ്ടി നിർത്തി വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഉറക്കവും ചായയോടെയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിപ്പോൾ ഉത്സവത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണ്.